IPL ഫൈനലിൽ ബംഗളൂരുവിന് 4 വിക്കറ്റ് നഷ്ടം. ഫിൽസാട്ട്, മായങ്ക് അഗർവാൾ, ജിജിത് പാട്ടീദാർ, വിരാട് കോഹ്ലി എന്നിവരാണ് പുറത്തായത്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വിവരങ്ങൾ. ആവേശകരമായ ഫൈനലിൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്യുന്നത് RCB ആണ്. എന്തായാലും RCBക്ക് 4 വിക്കറ്റാണ് നഷ്ടമായത്. എന്തായാലും മികച്ചൊരു തുടക്കം ലഭിച്ചെങ്കിൽ പോലും പിന്നീട് തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. എന്തായാലും ഏറ്റവും ഒടുവിലായി വിരാട് കോഹ്ലിയുടെ വിക്കറ്റാണ് നഷ്ടപ്പെട്ടത്. ഫിൽസാൾട്ട് 16 റൺസ് എടുത്ത് ഫിൽസാൾട്ട് ഔട്ടാവുന്നു. കൂടാതെ മായങ്ക് അഗർവാൾ 24 റൺസ് എടുത്ത് ഔട്ടാവുന്നു. നായകൻ രജത് പാട്ടീദാറിനും ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. 16 പന്തിൽ 26 റൺസാണ് രജത് പാട്ടീദാർ നേടിയത്. ഏറ്റവും ഒടുവിലായി വിരാട് കോഹ്ലി മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തിയ വിരാട് കോഹ്ലിയും 35 പന്തിൽ 43 റൺസുമായി പുറത്താകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നിലവിൽ ക്രീസിലുള്ളത് ലിവിങ്സ്റ്റണും അതോടൊപ്പം തന്നെ ജിതേഷ് ശർമ്മയാണ്. ജിതേഷ് ശർമ്മയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മികച്ച രീതിയിൽ തന്നെ ടീമിനെ തിരിച്ചു കൊണ്ടുവരാൻ, അതായത് മികച്ച റൺസിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള ഒരു താരമെന്ന് നമുക്ക് വിശേഷിപ്പിക്കും. എന്തായാലും വലിയ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് RCB ആരാധകരെല്ലാം തന്നെ ഉള്ളത്. എന്തായാലും ടോസ് നേടിയ പഞ്ചാബ് ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. RCBയെ ബാറ്റിങ്ങിന് വിടുകയായിരുന്നു. എന്തായാലും അവിടെ വളരെ മികച്ചൊരു സ്റ്റേഡിയമാണ്, ബാറ്റിങ്ങിന് അനുകൂലമായ ഒരു സ്റ്റേഡിയം എന്ന വിശേഷം തന്നെയാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിനുള്ളത്. എന്തായാലും വലിയൊരു റണ്ണ് ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ ഈ രീതിയിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നില്ലെങ്കിൽ റൺ റേറ്റ് വളരെ കുറഞ്ഞ രീതിയിലേക്ക് പോകുമെന്നതാണ് പറയാനുള്ളത്. എന്തായാലും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ തുടക്കത്തിൽ തന്നെ റൺ റേറ്റ് ഉയർത്താനായി RCBക്ക് കഴിഞ്ഞു എന്നതാണ് കാണാൻ കഴിയുന്നത്. പവർ പ്ലേയിലെല്ലാം തന്നെ മികച്ച ഷോട്ടുകൾ, മികച്ച രീതിയിൽ തന്നെ ബൗണ്ടറികളെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ നേടാൻ കഴിഞ്ഞെങ്കിൽ പോലും വലിയ രീതിയിൽ തന്നെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. തുടർച്ചയായ വിക്കറ്റുകൾ RCBക്ക് നഷ്ടമായി എന്നതാണ് പറയാനുള്ളത്. എന്തായാലും മികച്ച രീതിയിൽ പന്തെറിയാൻ പഞ്ചാബിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ജാമിസൺ, അതോടൊപ്പം തന്നെ അസ്മത്തുള്ള ഒമർസായി, യുസ്വേന്ദ്ര ചഹൽ എന്നിവർക്കാണ് വിക്കറ്റുകൾ നേടിയത്. ജാമിസൺ 2 വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. എന്തായാലും മികച്ച രീതിയിൽ മത്സരം പുരോഗമിക്കുകയാണ്. ആവേശകരമായ ഫൈനൽ അഹമ്മദാബാദിൽ തുടരുകയാണ്. വൃന്ദ. ശരി, വ്യക്തമാണ്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.